തലപ്പാടിയിൽ വ്യാഴാഴ്ചയുണ്ടായ കർണാടക RTC ബസ് അപകടത്തിന്റെ ഞെട്ടൽമാർ മുമ്പേ അപകട ഭീഷണി ഉയർത്തി സർവീസ് നടത്തിയ ബസ്സുകൾ നാട്ടുകാർ തടഞ്ഞു. അപകടത്തിൽ 6 പേർ മരിച്ചതിന് പിന്നാലെയാണ് നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധം. This news sponsored by ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. തലപ്പാടിയിൽ വ്യാഴാഴ്ചയുണ്ടായ കർണാടക RTC ബസ് അപകടത്തിന്റെ ഞെട്ടൽമാർ മുമ്പേ അപകട ഭീഷണി ഉയർത്തി ഓടിത്തേഞ്ഞ ഗതാഗതയോഗ്യമല്ലാത്ത ടയറുകളുമായി സർവീസ് നടത്തിയ 4 ബസ്സുകളാണ് നാട്ടുകാർ തടഞ്ഞത്. അപകടത്തിൽ 6 പേർ മരിച്ചതിന് പിന്നാലെയാണ് നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധം. മംഗളൂരു ഭാഗത്തേക്ക് പോകുകയായിരുന്ന കർണാടക RTC ബസ്സുകളാണ് നാട്ടുകാർ തടഞ്ഞത്. മറ്റു ബസ്സുകളെ സർവീസ് തുടരാൻ അനുവദിച്ചു. വിവരമറിഞ്ഞ് വൻ പോലീസ് സംഘം സ്ഥലത്തെത്തി. ഓടിത്തേഞ്ഞ ടയറുകളുള്ള ബസ്സുകൾ ഇനി റോഡിലിറങ്ങാൻ അനുവദിക്കില്ല എന്ന് നാട്ടുകാർ പോലീസ് അധികൃതരെ അറിയിച്ചു. കാസർഗോഡ് നിന്ന് മംഗളൂരുവിലേക്ക് പോകുന്നതിനിടെ അമിത വേഗത്തിൽ വന്ന കർണാടക RTC ബസ് നിയന്ത്രണം വിട്ട് ഓട്ടോകളിലും മറ്റു വാഹനങ്ങളിലും ഇടിച്ചാണ് വ്യാഴാഴ്ച 6 പേർ മരിക്കാനുണ്ടായ അപകടമുണ്ടായത്. അമിത വേഗവും ടയറുകളുടെ കാര്യക്ഷമതയില്ലായ്മയുമാണ് അപകട കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. ഇന്നലെ നടന്ന ബസ് അപകടത്തിന്റെ കാരണം ബസിന്റെ 4 ടയറുകളും ഫ്ലാറ്റായ രീതിയിലാണ് കാണപ്പെട്ടത്. അതിനെതിരെ ഡ്രൈവർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാണ് ഞങ്ങൾക്ക് നാട്ടുകാർക്കും ഡ്രൈവർമാർക്കും പറയാനുള്ളത്. ഒരു ഡ്രൈവറിന്റെ ഉത്തരവാദിത്തമാണ് ബസ് എടുക്കുമ്പോൾ ടയർ ചെക്കാക്കേണ്ടത്. ആ ഒരു ടയറിന്റെ കാരണം കൊണ്ടാണ് ബസ് അപകടത്തിൽ പെട്ടതെന്ന് MVD പരിശോധിച്ചിരുന്നു. ഇന്ന് അതേ രീതിയിൽ ഇന്നും MVD സ്ഥലത്തെത്തി കാസർഗോഡേക്ക് സർവീസ് നടത്തുന്ന നിരവധി ബസ്സുകൾ MVD പരിശോധിച്ചിട്ട് ആൾക്കാരെ മറ്റൊരു ബസ്സിലേക്ക് കടത്തുകയും ബസ്സുകൾ തിരിച്ച് ഡിപ്പോയിലേക്ക് അയക്കുന്ന ഒരു സ്ഥിതിയാണ് നമുക്ക് കാണാനുണ്ടായത്. അപകടത്തിൽ 6 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടും മോശം ടയറുകളുമായി ബസ്സുകൾ സർവീസ് തുടരുന്നത് ജനങ്ങളുടെ ജീവൻ അപകടത്തിലാക്കുകയാണ്. ഇത്തരം അനാസ്ഥ ഇനി ഒരിക്കലും അനുവദിക്കില്ല എന്നും നാട്ടുകാർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, ഉപ്പള.